ബി.ജെ.പി. ഒട്ടും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ പോയാൽ ബി.ജെ.പി. സർക്കാരിന്റെ താളം തെറ്റുമെന്നതിൽ സംശയം വേണ്ട. ഇപ്പോഴിതാ രാജ്യസഭയിലെ അംഗസംഖ്യയിൽ ബി.ജെ.പി. വൻ തിരിച്ചടി നേരിട്ടിരിക്കുന്നു. 4 പേരുടെ കാലാവധി പൂർത്തിയായതോടെയാണ് അംഗനില കുറഞ്ഞിരിക്കുന്നത്. രാകേഷ് സിൻഹ, രാം ശകൽ, സോനാൽ മാൻസിംഗ്, മഹേഷ് ജഗ്നാലി എന്നിവരാണ് കാലാവധി പൂർത്തിയാക്കിയത്. ഇവർ മോദി സർക്കാരിനൊപ്പം നിന്നിരുന്ന നോമിനേറ്റഡ് അംഗങ്ങളാണ്. അതേസമയം ബി.ജെ.പിയുടെ രാജ്യസഭയിലെ അംഗനില ഇതോടെ 86 വീണിരിക്കുകയാണ്. എൻ.ഡി.എക്ക് 101 സീറ്റുകളാണ് ഉള്ളത്. രാജ്യസഭയിൽ ഭൂരിപക്ഷം നേടാൻ എൻ.ഡി.എക്ക് 113 സീറ്റ് ആവശ്യമാണ്. അതായത് 4 പേർ കാലാവധി പൂർത്തിയായതോടെ എൻ.ഡി.എ ഭൂരിപക്ഷത്തിന് 12 സീറ്റ് പിന്നിലാണ്. നിലവിൽ രാജ്യസഭയിൽ 225 സീറ്റുകളാണുള്ളത്. അതേസമയം ഇന്ത്യ സഖ്യത്തിന് 87 അംഗങ്ങളാണ് രാജ്യസഭയിലുള്ളത്. കോൺഗ്രസിന് മാത്രമായി 26 സീറ്റുകളാണുള്ളത്. തൃണമൂൽ കോൺഗ്രസിന് 13 സീറ്റും ആം ആദ്മി പാർട്ടിയും DMKയ്ക്കും 10 സീറ്റുകൾ വീതമാണ് ഉള്ളത്. ബി.ജെ.പിയുമായോ കോൺഗ്രസുമായോ സഖ്യമില്ലാത്തവർക്കാണ് ബാക്കിയുള്ള സീറ്റുകൾ. കെ ചന്ദ്രശേഖർ റാവുവിന്റെ BRS അടക്കമുള്ളവർ ഇതിൽ ഉൾപ്പെടും. അതുപോലെ നോമിനേറ്റഡ് എംപിമാരും സ്വതന്ത്രരും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയോ സഖ്യത്തിന്റെയോ ഭാഗമല്ല. അതേസമയം അംഗസംഖ്യ വീണ്ടും കുറഞ്ഞതോടെ ബി.ജെ.പിയും എൻ.ഡി.എയും ശരിക്കും എതിരാളികളുടെ സഹായമില്ലാതെ ബില്ലുകൾ പാസ്സാക്കാനാവാത്ത സാഹചര്യമാണുള്ളത്. എൻ.ഡി.എ ഇതര കക്ഷികളുടെ സഹായമില്ലാതെ ഇനി നിർണായക ബില്ലുകളൊന്നും പാസ്സാക്കാൻ ബി.ജെ.പിക്ക് സാധിക്കും. അണ്ണാ DMK, ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസ് എന്നിവരെല്ലാം ഇനി നിർണായക സമയത്ത് പിന്തുണ വേണ്ടിവരും. 15 സീറ്റുകളാണ് ഭൂരിപക്ഷത്തിനായി വേണ്ടത്. എന്നാൽ നിലവിലെ അംഗസംഖ്യ പരിഗണിക്കുമ്പോൾ 13 സീറ്റുകൾ മാത്രം മതി ബി.ജെ.പിക്ക്. YSR കോൺഗ്രസിന് 11 സീറ്റുകളാണ് രാജ്യസഭയിലുള്ളത്. അണ്ണാ DMKയ്ക്ക് 4 അംഗങ്ങളുമുണ്ട്. ഇവർ 2 പേരും നിർണായക ബില്ലുകൾ പലതും പാസ്സാക്കാൻ രാജ്യസഭയിൽ ബി.ജെ.പിയെ സഹായിച്ചവരാണ്. എന്നാൽ തമിഴ്നാട്ടിൽ അണ്ണാ DMKയ്ക്കുമായി സഖ്യം വിട്ട ശേഷം ബി.ജെ.പിക്ക് അത്ര നല്ല ബന്ധമല്ല ഉള്ളത്. വിഷയാധിഷ്ഠിത പിന്തുണ ഇനിയും മോദി സർക്കാരിന് നൽകുമെന്ന് YSR കോൺഗ്രസ് നേതാവ് ജഗൻമോഹൻ റെഡ്ഡി നേരത്തെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് 11 വോട്ടുകൾ മോദി സർക്കാരിന് രാജ്യസഭയിൽ ഉറപ്പാണ്. എന്നാൽ ബിജു ജനതാദൾ ഇനി ബി.ജെ.പിക്ക് പിന്തുണ നൽകില്ല. ഇവർ പ്രതിപക്ഷത്തിനൊപ്പമുണ്ടാകും. 9 രാജ്യസഭാ എംപിമാർ അവർക്കുണ്ട്. BRSന് 4 എംപിമാരുണ്ട്. അവരും ബി.ജെ.പിയെ പിന്തുണച്ചേക്കില്ല. അണ്ണാ DMK ബി.ജെ.പിയെ പിന്തുണച്ചില്ലെങ്കിൽ ബി.ജെ.പിക്ക് നോമിനേറ്റഡ് അംഗങ്ങളുടെ പിന്തുണ രാജ്യസഭയിൽ ആവശ്യമായി വരും. 12 അംഗങ്ങൾ അത്തരത്തിലുണ്ട്. ഇവർക്ക് രാഷ്ട്രീയമില്ല. പക്ഷേ ബി.ജെ.പിയെ ഇവർ പിന്തുണയ്ക്കും. അതുപോലെ സ്വതന്ത്രരുടെ പിന്തുണയും വേണ്ടിവരും. 20 സീറ്റുകളാണ് രാജ്യസഭയിൽ ഒഴിവ് വരുന്നത്. ഈ വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള സീറ്റുകളാണിവ. അസം, മഹാരാഷ്ട്ര, ബീഹാർ എന്നിവിടങ്ങളിൽ 2 സീറ്റുണ്ട്. ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ്, തെലങ്കാന, ത്രിപുര എന്നിവിടങ്ങളിൽ ഓരോ സീറ്റുമാണ് കാലാവധി കഴിയുന്ന സീറ്റുകൾ. ഇതിൽ 7 എണ്ണം വിജയിക്കാൻ ബി.ജെ.പിക്ക് സാധിക്കും. അസം, ബീഹാർ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ത്രിപുര എന്നിവിടങ്ങളിൽ വിജയ സാധ്യതയുണ്ട്. മഹാരാഷ്ട്രയിൽ ചാഞ്ചാട്ടമുണ്ടായില്ലെങ്കിൽ 2 സീറ്റുകൾ കൂടി ജയിക്കാനാകും. ഇതെല്ലാം വിജയിക്കുകയും നോമിനേറ്റഡ് അംഗങ്ങൾ, YSR കോൺഗ്രസ് പിന്തുണ എന്നിവയും കൂടി ചേരുമ്പോൾ ബില്ലുകൾ എളുപ്പത്തിൽ പാസ്സാക്കാൻ സാധിക്കും. പക്ഷേ ഇന്ത്യക്ക് എൻ.ഡി.എക്ക് പിന്തുണ നൽകുന്നവരെ ഒപ്പം നിർത്താനാകും. KCR, നവീൻ പട്നായിക് എന്നിവർ എളുപ്പത്തിൽ ഇന്ത്യ സഖ്യത്തിലെത്തും. ജഗനെ മാത്രമാണ് അനുനയിപ്പിക്കേണ്ടതുള്ളത്.